ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെ അഹങ്കാരം കുറേയൊക്കെ അവസാനിച്ചു കേട്ടോ. ഗൗതമാണെന്നുണ്ടെങ്കിൽ നന്ദയ്ക്കരികിലേക്ക് ഓടിയെത്തി. എങ്കിലും പ്രൊഫസർ സാറ് പറഞ്ഞത് കേൾക്കാനെന്നുള്ള മനസ്സ് നമ്മുടെ ഗൗതം കാണിച്ചില്ല. എന്നിരുന്നാലും നന്ദയ്ക്കൊരു ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഓടിയെത്താതിരിക്കാനും കഴിഞ്ഞില്ല. നമ്മുടെ നന്ദയ്ക്കരികിലേക്ക് ഓടിയെത്തുകയാണ് ഗൗതം. അപ്പോൾ ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാർ മുഴുവൻ നന്ദയ്ക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ അവകാശം അല്ലെങ്കിൽ യഥാർത്ഥ റിലേറ്റീവ് വരാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഡോക്ടർ നിൽക്കുന്നത്. ആ സമയത്താണ് ഗൗതം വരുന്നതും എൻ്റെ വൈഫാണെന്നുള്ള കാര്യം പറയുന്നതും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദയും ഗൗതവും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഗൗതമാണെങ്കിൽ നന്ദയുടെ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് വേദനിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ സാറിന് നാണക്കേടായല്ലേ, സാറ് വിഷമിക്കണ്ട, നമ്മൾ തമ്മിൽ പിരിയാൻ പോവല്ലേ, അങ്ങനെ പിരിയുന്നത് കൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ സാറ് ടെൻഷൻ അടിക്കുക വേണ്ട, സാറിന് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടേണ്ടി വരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഗൗതത്തിനത് ഫീലായിട്ട് ഗൗതം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്നും നിന്നെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാനെന്നൊക്കെ പറഞ്ഞു. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, എങ്കിലും ഞാൻ പറഞ്ഞപ്പോഴേ ഇറങ്ങി പോകാനാണല്ലോ നീ ആ ഒരു ഇതൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞപ്പം പിന്നെ സാറിന് എന്നെ വേണ്ടാന്ന് പറഞ്ഞെടുത്ത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ് ഗൗതത്തിനോട് നന്ദ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സ്നേഹിക്കുന്നു, അതുപോലെ പരസ്പരം ആ ഒരു ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, സാറും അതുപോലെ ഈ കുട്ടിയും നല്ല മാച്ചാട്ടോ, നല്ല ജോഡിയാണ്, നിങ്ങൾ തമ്മിൽ എന്തിനാ പിരിയുന്നത് എന്നൊക്കെ ഈ ആൾക്കാരിങ്ങനെ ചോദിക്കുക. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ നന്ദയ്ക്കും അതുപോലെ ഗൗതത്തിനും ഒരു കള്ളച്ചിരിയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഗൗതം പറഞ്ഞു, കണ്ടോ, ആർക്കും ഇഷ്ടമല്ല നമ്മൾ തമ്മിൽ പിരിയുന്നത്, പിന്നെന്തിനാ നമ്മൾ തമ്മിൽ പിരിയുന്നത്, താൻ അങ്ങനെ എൻ്റെ അരികിൽ നിന്ന് പോവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗൗതം നമ്മുടെ നന്ദയുടെ കൈകളൊക്കെ ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കാം. അങ്ങനെ പിരിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്ന് വമ്പൻ ട്വിസ്റ്റുമായി അവർ ഒന്നിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ കയറി വരുന്നതിന് മുമ്പ് നമ്മുടെ നന്ദ കുറച്ച് ഡിമാൻഡൊക്കെ ഗൗതത്തിൻ്റെ മുന്നിൽ വെച്ചു. ഇനി സാറിനെ കരയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരിക്കൽ പോലും സാറിനോട് കള്ളം പറഞ്ഞിട്ടില്ല, മാത്രമല്ല പറയുകയുമില്ല. എന്തെങ്കിലും എനിക്ക് എൻ്റേതായ ഒരു ഇതുള്ളത് കൊണ്ടാണ് അന്നേ ദിവസം ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ സാറിന് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സാർ ഇനിയെങ്കിലും എൻ്റെ ഒപ്പം നിൽക്കണം, ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ കുറച്ച് ഡിമാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഗൗതത്തിൻ്റെ കൂടെ പോകാനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ ഗൗതവും നന്ദയും എവിടെയാണെന്ന് അറിയാതെ ഇന്ത്യവരത്തിൽ നമ്മുടെ ലക്ഷ്മി ഇരുന്ന് പൊട്ടിക്കരയുക. കാരണം ഗൗതം ഇറങ്ങിപ്പോയി, നന്ദ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ മൊത്തത്തിൽ വിഷയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മിയെ കളിയാക്കിക്കൊണ്ട് മോഹിനിയും അതുപോലെ തന്നെ വല്യമ്മയും പിങ്കിയും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അർജുനാണെങ്കിൽ കട്ടയ്ക്ക് ഇങ്ങനെ പിങ്കിയോടും അല്ലെങ്കിൽ ഈ ബാക്കി ഭൂതന കൂട്ടങ്ങളോടൊക്കെ ഇങ്ങനെ എതിർത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്തിനാ നന്ദ എപ്പോഴും ഇങ്ങനെ കുറ്റക്കാരിയാക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ചെറിയമ്മായി കരയുന്നത് ചെറിയമ്മയുടെ മരുമകളെയും അല്ലെങ്കിൽ മകനെയും കാണാത്തതിൻ്റെ പേരിലാണ്, അതിൻ്റെ വിഷമമൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പിങ്കി വലിയ ആൾ കളിച്ച് അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുക. അർജുനെ ഭരിക്കാൻ ചെന്ന് അർജുൻ സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ല. പിങ്കി എന്ന് പറയുന്നവളെ ശരിക്കും പൊളിച്ചടിക്കും നമ്മുടെ അർജുൻ. മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കുമ്പോൾ നിൻ്റെ നാവ് എനിക്കെതിരായി ഉയരാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും പിങ്കിക്കിട്ട് കൊടുത്തെന്ന് തന്നെ പറയാം. അങ്ങനെ എല്ലാവരുടെയും മുന്നിലിട്ട് ആ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ ശരിക്കും കൊടുത്തു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിമോളുടെ ആ ഒരു വിഷമത്തിന് പരിഹാരം, അല്ലെങ്കിൽ പിങ്കിമോൾ എന്തിനാ അർജുൻ മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്യമ്മ വന്നപ്പോൾ, വല്യമ്മയല്ല അവളുടെ ഭർത്താവ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാണ് എൻ്റെ ഭാര്യ നിൽക്കേണ്ടത്. വല്യമ്മ ഇതിനകത്ത് കൂടുതലൊന്നും ഇടപെടണ്ടെന്നും പറഞ്ഞു. വല്യമ്മയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ഈ ചർച്ച ഒരിക്കലും നല്ലതല്ലെന്നും എനിക്കറിയാം, ആരെയും നന്നാക്കണമെന്നും നിങ്ങളാരും ആഗ്രഹിക്കുന്നില്ലെന്നും എനിക്കറിയാമെന്നും പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൗതം നന്ദ വിഷയത്തിൽ അർജുൻ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. ഇനി എന്തെല്ലാം കാണിച്ചാലും അർജുൻ്റെ മനസ്സ് മാറില്ലെന്നും അർജുൻ്റെ മനസ്സിൽ നന്ദയ്ക്കും ഗൗതത്തിനുമുള്ള സ്ഥാനം അത് മാറ്റാൻ കഴിയില്ലെന്നും പിങ്കിക്ക് ബോധ്യമായതോടുകൂടി പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അതെല്ലാം കുറേ കഴിഞ്ഞപ്പോഴും നമ്മുടെ ലക്ഷ്മി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് നമ്മുടെ അർജുൻ പറഞ്ഞു, വിഷമിക്കണ്ട, അവരെങ്ങും പോയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഗൗതമേട്ടൻ നന്ദയെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണെങ്കിലോ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരും. ചെറിയമായി വിഷമിക്കല്ലേ, ചെറിയമായി ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവണേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അർജുൻ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവർ രണ്ടുപേരും കൂടി വരും, കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
പിങ്കിയെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അടിച്ചോടിച്ചു വിട്ടു എന്ന് തന്നെ പറയാം അർജുൻ. കാരണം ഈ നെഗറ്റീവ് വർത്താനം മാത്രമേ പിങ്കി പറയുള്ളൂ. കേട്ട് 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 തല മരവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇറക്കി വിടാനായിട്ട് തുടങ്ങുന്നത്, ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം നന്ദയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോരും. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന നന്ദയ്ക്ക് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നിടത്തോളം ആൾക്കാർ നന്ദയോട് വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചു. അതുപോലെ തന്നെ ആ ഗർഭിണി ചേച്ചിയാണെങ്കിലും നന്ദയോട് ഒരുപാട് നന്ദി പറയുന്നു. ഗൗതത്തിനോടും പറയുവാണ്, ഈ കൊച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താകുമായിരുന്നു എന്നറിയാമോ, അത്രയ്ക്കും നല്ല മനസ്സുള്ള കുട്ടിയായതുകൊണ്ടാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എന്നെ രക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ചത്, മറ്റാരും ആയിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയ്ക്കുള്ളൊരു ഗുഡ് സർട്ടിഫിക്കറ്റും ഒക്കെ അവരിങ്ങനെ ഗൗതത്തിൻ്റെ മുന്നിൽ പാസ്സാക്കി വിടുന്നു. അതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതത്തിനെക്കുറിച്ചും, അതായത് ഗൗതം സിറ്റി പോലീസ് കമ്മീഷണർ ആണെന്നും ഗൗതത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം പിങ്കിക്കാണെങ്കിലും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും ഇവരെ ആശുപത്രിയിൽ നിന്ന് യാത്രയാക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോകുന്ന സമയത്തും നന്ദ ഇങ്ങനെ ഉച്ചക്കറുവും പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ആ സമയം ഇനിയെങ്കിലും ആ മുഖമൊന്ന് തെളിക്കും മാഷെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയോട് പറഞ്ഞ്, ഈ സമയത്ത് ഇന്ത്യവരത്തിൽ പൂരൻ്റെ അടി നടക്കാമെന്ന് ഓർക്കണം. രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് കയറി വരിക. അപ്പോൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്ന സമയം ആദ്യം കയറി വരുന്നത് നമ്മുടെ ഗൗതമാണ്. അപ്പോൾ ഗൗതം കയറി വരുമ്പോൾ ഗൗതം വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഗൗതം മാത്രമായിട്ടാണ് കയറി വരുന്നത്. ഗൗതം മാത്രം കയറി വരുന്നത് കണ്ടപ്പോഴേക്കും ലക്ഷ്മിക്ക് വീണ്ടും സങ്കടം. അപ്പോൾ നന്ദയെ കിട്ടിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. നന്ദ എവിടെയാണെന്നുള്ള കാര്യം ഗൗതത്തിന് അറിയില്ല എന്നതും നമ്മുടെ ലക്ഷ്മിക്ക് മനസ്സിലായി. അപ്പോൾ ഗൗതം പോയിട്ട് വെറും കൈയോടെയാണ് വന്നിരിക്കുന്നതെന്നും നന്ദ എവിടെയാണെന്ന് അറിയില്ലെന്നും ലക്ഷ്മി അമ്മായി അവളോട് കാണിക്കുന്ന കരുതലും സ്നേഹവും അവൾക്ക് എന്തായാലും തിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര ഡയലോഗാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഗൗതത്തിനോട് അർജുൻ ചോദിച്ചു, അമ്മയും ഓടി ഒന്ന് ചോദിച്ചു, എന്തേ നന്ദമോൾ എവിടെയെന്ന് ലക്ഷ്മി ചോദിച്ചു. അതുപോലെ നന്ദ എവിടെ ഏട്ടാ, നന്ദയെ കണ്ടില്ല ഏട്ടാ എന്നൊക്കെ ചോദിച്ചു. അനിയനും ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഗൗതം ഒന്നും മിണ്ടുന്നില്ല. നന്ദ ഇവിടെ നിന്ന് പോയിട്ടും ഏട്ടൻ എന്താ അത്രയും ചൂട് കാണിക്കാത്ത, ഇപ്പോൾ എവിടെ പോയിട്ട് വരുക, നന്ദ അന്വേഷിച്ച് പോയത് തന്നെയാണോ ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ പിന്നിലോട്ട് തിരിഞ്ഞ് നന്ദ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ കയ്യിൽ കെട്ടൊക്കെ ആയിട്ട് കയറി വരുന്ന നന്ദയെ കണ്ടപ്പോൾ ലക്ഷ്മി എല്ലാവരും ഇങ്ങനെ പകച്ച് നിൽക്കുക. അപ്പോൾ ലക്ഷ്മിക്ക് ആകെ ടെൻഷൻ. ലക്ഷ്മി ഓടിച്ചെന്ന് മോളേന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുക കേട്ടോ. അങ്ങനെ അവർക്കിടയിലുള്ള ആ ഒരു വലിയ പ്രശ്നം മഞ്ഞു പോലെ ഉരുകി പോകുന്നതും അമ്മയും മരുമകളും അല്ലെങ്കിൽ ഭർത്താവും തമ്മിൽ സ്നേഹിക്കുന്നതും അവരൊറ്റക്കെട്ടാകുന്നതും കണ്ട് നാണം കെട്ട് പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പം നന്ദ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതത്തിന് ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ അർജുനും അതിനേക്കാൾ സന്തോഷം. ഏട്ടനും ഏട്ടത്തെയും ഇനിയും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ അഡാർ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും